പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ മീഡിയയിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും വന്ദനം ചൊല്ലുന്നു. വളരെ പ്രാർത്ഥനയോടെ, തികഞ്ഞ പ്രതീക്ഷയോടെ നമുക്കൊരു ദൈവവചന ഭാഗം ചിന്തിക്കാം. ദൈവം തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു എന്നുള്ളൊരു സന്ദേശം നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 29 അവസാനത്തെ വാക്യമാണ്, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ എന്നുള്ള പദം പറഞ്ഞുകൊണ്ടാണ്. ആരൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകുമോ അവർക്കൊക്കെ ദൈവം തൻ്റെ ശക്തി കൈമാറും. തൻ്റെ ജനത്തിന് തൻ്റെ ശക്തി കൈമാറും. തിരുവചനത്തിനകത്ത് നിങ്ങൾ ഉടനീളം നോക്കിയാൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോയവർക്ക് ദൈവം ആ വിഷയത്തിനകത്ത് മറുപടി നൽകുന്നത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ, തൻ്റെ ശക്തി കൈമാറിക്കൊണ്ട്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 12 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചില പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി പത്രോസിന് ദൈവം നൽകിയതായിട്ട് കാണുവാനായിട്ട് കഴിയും. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവം നമ്മുടെ മേൽ ശക്തി പകരും കേട്ടോ. ഹല്ലേലൂയ. 2 പടയാളികളുടെ നടുവിൽ 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഉറങ്ങുന്ന പത്രോസിനെ നമുക്കവിടെ കാണാൻ കഴിയും. ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞ്, ഒരിക്കലും വിടുവിക്കപ്പെടരുതെന്ന് പറഞ്ഞ്, ആമേൻ, അന്ധകാര ശക്തികൾ അവനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദൂതൻ വന്ന് എന്ത് ചെയ്തു? ആമേൻ, വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം അവൻ്റെ മേൽ വന്നപ്പോൾ തന്നെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവൻ്റെ കയ്യെ കെട്ടിയ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി ചെളമേൽ വന്ന് അടിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചെളമേൽ വന്ന് ഇറങ്ങുകയാണ്. ആമേൻ. ഞെക്കി ഞെരുക്കി, ആമേൻ, ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ കടത്തിവിട്ട് ഒരിക്കലും പുറത്തു വരാതെ വണ്ണം ഒരു മൂലയ്ക്ക് ഒതുക്കിയിരിക്കുന്ന ചില മേഖലകളിൽ നിന്ന് ഈ ശബ്ദം കേട്ടുണിക്കുന്നില്ല ചില പത്രോസുമാരെ ദൈവം വിടുവിക്കാൻ പോകുന്നു. ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ഒരു വിശാലതയിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പോകുന്നു. കാരണം ദൈവത്തിൻ്റെ ശക്തിക്കകത്ത് ചങ്ങലകളെ അഴിക്കുന്ന ദൈവപ്രവൃത്തിയുണ്ട്, എഴുന്നേൽപ്പിക്കുന്ന ദൈവപ്രവൃത്തിയുണ്ട്. പത്രോസിനത് മനസ്സിലായില്ല. ആമേൻ, ദൈവം അവനെ വിടുവിക്കുന്നതാണെന്ന്. അവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ആമേൻ. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പത്രോസിനെ സഹായിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഏലിയാവിൻ്റെ മേൽ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കർമ്മേലിൻ്റെ മുകളിൽ പ്രാർത്ഥനയിൽ അവൻ ഇരിക്കുമ്പോഴാണ് ആ ദൈവശക്തി അവൻ്റെ മേൽ വ്യാപരിച്ചത്. പേഴ്സണലായിട്ട് ദൈവസേന പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ ചില ആഹാബിൻ്റെ രഥത്തിന് മുമ്പേ ഓടുവാനുള്ള ദൈവിക കരുത്ത് കാലുകളുടെ മേൽ പകർന്നു തന്ന് നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ആഹാബിൻ്റെ രഥം ആ രാജ്യത്തിൽ ഏറ്റവും വലിയ രഥമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുതിരകളാണ് രാജാവിനുള്ളത്. എന്നാൽ അതിനെക്കാട്ടി വലിയ ദൈവശക്തി ഏലിയാവിൻ്റെ കാലുകളുടെ മേൽ വന്നിട്ട് ചിലതിനെ തരണം ചെയ്യാൻ, ആ പ്രതിസന്ധിയെ മറികടന്ന് ഇസ്രായേലിലെത്തുവാൻ ഇടയായി തീർന്നെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ആ പ്രതികൂലത്തെ നീ മറികടക്കും, ആ പ്രതിസന്ധിയെ നീ മറികടക്കും. നിന്നെക്കാട്ടി കരുത്തന, നിന്നെക്കാട്ടി ശക്തന, നിന്റെ എതിരാളി നിന്നെക്കാട്ടിൽ ആമേൻ ഭയങ്കര കഴിവുള്ളവനാ. പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ ഞാനും നിങ്ങളെ സംഭരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ കാലുകളിലേക്ക്, ആമേൻ, ഹാലിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ആ വിഷയത്തിലേക്ക് ആവാഹിക്കപ്പെട്ടിട്ട് ചിലതിനെ മറികടക്കുവാനായിട്ട് ഇടയായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 3-ാമതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി പത്മോസ് ദ്വീപിനകത്ത് ആയിരിക്കുന്ന യോഹന്നാൻ. ദ്വീപെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 4 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം. കിഴക്കോട്ട് നോക്കിയാൽ കടൽ പറയും, ഇല്ല, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. 4 സൈഡിലോട്ട് നോക്കിയാൽ അതേ പറയത്തുള്ളൂ, ഇവിടെ നിനക്ക് പുറത്തു വരാൻ കഴിയത്തില്ല. നീ മുകളിലോട്ട് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. ആമേൻ. താഴോട്ട് നോക്കുമ്പോൾ തലയോട്ടികൾ ആമേൻ നിന്ന് ചിരിക്കുകയാണ്. അസ്ഥി കഷ്ണങ്ങൾ അവനെ നോക്കി തല്ലെറുമുകയാണ്. ഒരിക്കലും നീ രക്ഷപ്പെടത്തില്ല, ഒരിക്കലും നീ പുറത്തു വരത്തില്ല. പക്ഷേ തിരുവചനമോട് പറയുന്നു, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി
2 കാര്യം നിമിത്തമാ യോഹന്നാൻ അവിടെ എത്തപ്പെട്ടത്. 1 ദൈവവചന നിമിത്തം, 2 യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം. ഈ 2 കാര്യനിമിത്തം ഉണ്ടായ ആമേൻ പ്രയാസത്തെ ദൈവം ഹാൻഡിൽ ചെയ്യാൻ അവന് കൊടുക്കുന്നതിൻ്റെ പേരാ ദൈവത്തിന് ശക്തി എന്ന് പറയുന്നത്. ആത്മശക്തി ഒരു ദൈവവൈദ്യൻ്റെ മേൽ വരുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റപ്പെട്ട ഇടത്താണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വ്യാപരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവനാമ നിമിത്തം നിങ്ങൾക്കൊരു പ്രയാസം നേരിട്ടിട്ടുണ്ടോ? ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ദൈവനാമത്തിൽ നിങ്ങളൊരു വിഷയത്തെ ഫേസ് ചെയ്യുന്നുണ്ടോ? ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. 4-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഒരു കാഴ്ച ആ ആത്മവിശുദ്ധയിലൂടെ യോഹന്നാൻ ലഭിക്കുകയാണ്. ഇവിടെ കയറി വരിക എന്നുള്ള ദൈവശബ്ദം അവൻ കേൾക്കുകയും തിരുവചനത്തിനകത്തെ അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാടിൻ്റെ ആമേൻ പദ്ധതി അവിടെ ആരംഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. ചില പ്രതിസന്ധികളെ മറികടക്കണമോ നിങ്ങൾക്ക്? ചില പ്രതികൂലങ്ങളെ മറികടക്കണമോ നിങ്ങൾക്ക്? ദൈവശക്തി കൂടിയേ തീരൂ. 3 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളോട്. 1 പത്രോസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നത്, 2 ഏലിയാവിനെ ദൈവം വിടുവിച്ചത്, 3 യോഹന്നാനെ ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത്. പിന്നത്തേതിൽ ആമേൻ വെളിപ്പാട് എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ ഏകാന്തതയിൽ നിന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമായിട്ട്, പുതിയ നിയമത്തിൽ ഏക പ്രവചന ഗ്രന്ഥമായിട്ടത് എഴുതി ചേർക്കാൻ ഇടയായിത്തീർന്നത് ദൈവത്തിൻ്റെ ശക്തിയാൽ മാത്രമാണ്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ചിലതിനെ ഫേസ് ചെയ്യാൻ, ഒന്നാമത്തത് ചിലതിനെ മറികടക്കാനുള്ള ദൈവശക്തി ദൈവം നമുക്ക് തരും. രണ്ടാമതായിട്ട് ചിലതിനെ ഫേസ് ചെയ്യാൻ. മോശയെ നിങ്ങൾ നോക്കിയേ, നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയുമാക്കിയത് ആരെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഒറ്റ ഓട്ടം മിദ്യാനിലേക്ക്. അതിനെ ഫേസ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. ആ പ്രയാസത്തെ അവന് തരണം ചെയ്യാൻ കഴിയുന്നില്ല. ആമേൻ ഓടുകയാണ്. അടുത്ത 40 വർഷം അവൻ മരുഭൂമിയിലാണ്. ഇടയ ചെറുക്കനായി മിദ്യാനിലെ പുരോഹിതനായ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ച് ഒരു കുടുംബനാഥനായിട്ട് ഇങ്ങനെ വരുമ്പോഴാ ആമേൻ മരുഭൂമിയുടെ അപ്പുറത്തേക്ക് സ്വർഗമോനെ കൊണ്ടുപോവുകയും അവിടെ മുൾപ്പടപ്പിൽ നിന്ന് കത്തുകയും ചെയ്യുന്നൊരു കാഴ്ച അവൻ കണ്ടു. അതിൻ്റെ നടുവിൽ സ്വർഗമോനെ വിളിക്കുകയാണ്, നിന്റെ കാലിന് ചെരുപ്പഴിച്ച് കളക, നീ ചിലനെ ഫേസ് ചെയ്യാൻ പോകുന്നു, നീ ചിലനെ അഭിമുഖീകരിക്കാൻ പോകുന്നു. ആമേൻ ആ മുൾപ്പടപ്പ് ആമേൻ അവനെ അടുത്ത ലെവലിലേക്ക്, അവനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ആമേൻ നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയുമാക്കിയത് ആര് എന്ന് ചോദിച്ച സ്ഥാനത്ത് ആമേൻ ദൈവത്തിന് നിയോഗം നൽകി, ദൈവത്തിൻ്റെ ദർശനം നൽകി, ദൈവത്തിൻ്റെ ശബ്ദം നൽകി ദൈവം അവനെ അയക്കുകയാണ്. ദൈവം അവനെ അയക്കുകയാണ്. അതേ മിസ്രിമിൽ കടന്നു എന്ന് നോക്കി. അതിനു മുമ്പ് അവൻ്റെ കയ്യിലിരിക്കുന്ന വടി താഴെ ഇടാൻ പറഞ്ഞില്ലേ? അത് താഴെ ഇട്ടപ്പോൾ എന്തായി മാറി? സർപ്പമായി മാറി. അതിനെ കണ്ടിട്ട് മോശ ഓടാൻ തുടങ്ങി. ഓടാൻ പോയപ്പോൾ ദൈവം പറഞ്ഞു, വാ അതിൻ്റെ വാലെ പിടിക്ക്. നീ എത്ര സർപ്പങ്ങളെ കാണാനുള്ളവനാ? ഒരു സർപ്പത്തെ കണ്ടിട്ട് ഓടിപ്പോവാണോ? ഇല്ല, നീ എത്ര സർപ്പങ്ങളെ കാണാനുള്ളവനാ? ആമേ ഇതിൻ്റെ വാലെ പിടിച്ചു. കണ്ടോ ചില ഫേസ് ചെയ്യാനുള്ള ദൈവിക കരുത്ത്. ഈ ദൂത് ഞാൻ പറയുമ്പോൾ, ഈ ദൈവശബ്ദം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങൾ വരെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ചില വിഷയങ്ങളെ, ചില പ്രശ്നങ്ങളെ, എക്സാമുകളെ, ഇൻ്റർവ്യൂകളെ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ചില സ്റ്റേജുകളെ, ആത്മീയമായ ചില വിഷയങ്ങളെ, കുടുംബപരമായ ചില വിഷയങ്ങളെ ഒക്കെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നു, ഫേസ് ചെയ്യാൻ പോകുന്നു. ദൈവം കരുത്ത് തരുന്നു. നമ്മുടെ കഴിവുകൊണ്ട് പറ്റത്തില്ല, നമ്മുടെ മിടുക്കൊണ്ട് പറ്റത്തില്ല. ദൈവം കൃപ തരും. മോശ അവിടെ ഫറവോന്റെ മുമ്പിൽ നിന്നത് അവൻ്റെ കഴിവുകൊണ്ടല്ല, അവൻ്റെ മിടുക്കൊണ്ടല്ല, പിന്നെയോ ദൈവകൃപ കൊണ്ട്. എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവകൃപയുണ്ടോ? എവിടെയും നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയും. എവിടെയും നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഞാൻ പറഞ്ഞത്, എവിടെയും നമുക്ക് നിൽക്കാൻ കഴിയും. ആരുടെ മുമ്പിൽ നമ്മൾ ചൂളിപ്പോകത്തില്ല. ആരുടെ മുമ്പിൽ നമ്മളെ തല കുനിയേണ്ടി വരത്തില്ല. ഇന്നും എനിക്ക് പറയാൻ കഴിയും, ദൈവമക്കളെ, നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് നിൽക്കുന്നത്. കർത്താവ് നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ദാവീദിനെ നോക്കിയേ. ആമേൻ.
39 ദിനരാത്രങ്ങളായിട്ട് വെല്ലുവിളിക്കുന്ന ഗോലിയാത്ത് എന്ന് പറയുന്ന ശക്തിയുടെ മുമ്പിൽ അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ അഭിമുഖീകരിക്കാൻ ശൗൽ എന്ന് പറയുന്ന രാജാവിന് കഴിയുന്നില്ല. എന്താ കാരണം? ദൈവം നൽകിയ അധികാരം അവൻ നഷ്ടപ്പെടുത്തി, ദൈവം നൽകിയ കൃപ അവൻ നഷ്ടപ്പെടുത്തി. ആമേൻ. എന്നാൽ ജീവനേക്കാൾ അഭിഷേകത്തെ വലുതായി സൂക്ഷിച്ച ദാവീദ് 39 ദിനരാത്രങ്ങൾ വെല്ലുവിളിച്ച ഗോലിയാത്തിന്റെ ശക്തിയെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുക. എങ്ങനെ അവൻ ഫേസ് ചെയ്യുന്നത്? അഭിഷേകത്താൽ, ദൈവനാമത്താൽ അവൻ അതിനെ ഫേസ് ചെയ്യുകയും അതിനകത്ത് വിജയം വരിക്കുകയും ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫേസ് ചെയ്ത് അതിന് ജയിച്ചു കഴിഞ്ഞപ്പോൾ ജയം ലഭിച്ചത് ആർക്കാ? ദൈവമക്കൾക്കാ. യുദ്ധം ചെയ്ത ദൈവമായതുകൊണ്ട് ജയം ദൈവമക്കൾക്ക് ലഭിച്ചു, പരാജയം അന്ധകാര ശക്തികൾക്ക് ലഭിക്കാനിടയായി തീർന്നു. അതെ, നിങ്ങളുടെ യുദ്ധം ദൈവം ഏറ്റെടുത്ത് ചെയ്യും. നിങ്ങളുടെ യുദ്ധം ദൈവം ഏറ്റെടുത്ത് ചെയ്യും. അത് മാത്രമല്ല, ആമേൻ, ദൈവത്തിൻ്റെ കൃപയാൽ അതിനകത്തൊരു ജയം ദൈവമക്കൾക്ക് ദൈവം നൽകും. പരാജയം പൈശാചിക ശക്തികൾക്ക് കൈമാറും. ഒരു സംശയവുമില്ല. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 22-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഗത്സമന തോട്ടത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാണാൻ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കിയേ, അടുത്ത വാക്യം ഇങ്ങനെ വായിക്കും, 22-ന്റെ 43-44 വാക്യങ്ങൾ. ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ, എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറണമെന്ന് പറഞ്ഞ് അതിനെ ഫേസ് ചെയ്യാൻ ഞാൻ അങ്ങയുടെ കൃപയോടൊപ്പം, അങ്ങയുടെ ഗൈഡൻസിനോടൊപ്പം ഞാൻ റെഡിയാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്നെ ശക്തിപ്പെടുത്താൻ ദൂതനെ ദൈവം അയക്കും. ഒരു സംശയമില്ല. ആമേൻ. പ്രാണവേദനയിലായി, ആമേൻ, വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറി മാനവകുലത്തിൻ്റെ ആ വിടുതൽ അവിടെ സ്വീകരിക്കുകയും കാൽവറിയിൽ അത് പൂർത്തിയാക്കുകയും പെറ്റലസ്റ്റായി നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പുത്രനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എനിക്ക് കഴിയത്തില്ല അതിനെ ഫേസ് ചെയ്യാൻ, അതെനിക്ക് തരണം ചെയ്യാൻ കഴിയത്തില്ല, അതെനിക്ക് ജയിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നവരോട് അതെ സ്വർഗം നിങ്ങളോട് സംസാരിക്കുകയാണ്. ശക്തിപ്പെടുത്തുന്ന ദൂതൻ. അതെ, 2 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒന്ന്, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവം നമ്മൾക്ക് കരുത്ത് നൽകും. രണ്ടാമതായിട്ട്, പ്രതികൂലങ്ങളെ ഫേസ് ചെയ്യാൻ ദൈവം നമുക്ക് ബലം നൽകും. മൂന്നാമതായിട്ട് ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാടുകളെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ ശൂലം ലഭിച്ച പൗലോസ്, ആമേൻ, ആ ശൂലം നീങ്ങാനായിട്ട് ദൈവത്തോട് അവൻ അപേക്ഷിക്കുകയാണ്. ശൂലം നീങ്ങുക, ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം. എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, എന്തോ അവനെ മുറിവേൽപ്പിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ അവിടെ ദൈവം കൊടുത്തത് എന്താണെന്നറിയോ? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. ആമേൻ. അടുത്ത വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവം, ഞെരുക്കം, ആമേൻ, എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടും. കണ്ടോ, ചെറിയൊരു പ്രയാസം വന്നപ്പോൾ, ആമേൻ, അത് മാറാൻ പ്രാർത്ഥിച്ചവൻ ഇപ്പോൾ പറയുക, ക്രിസ്തുവിന് വേണ്ടി ഇതെല്ലാം സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എങ്ങനെ പൗലോസ് നീ മാറിയത്? അവൻ പറയും, ആ ശൂലത്തിനകത്തേക്ക്, ആ ബലഹീനതയ്ക്കകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ആ ശൂലത്തിൻ്റെ കുത്തല്ല, മുറിവല്ല എനിക്ക് കിട്ടിയത്, മറിച്ച് ദൈവകൃപയുടെ വ്യാപാരം, ദൈവശക്തിയുടെ വ്യാപാരം എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ആത്മനിയോഗത്തോടെ എനിക്ക് പറയാനുള്ള ദൈവശബ്ദവിധ, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. ആമേൻ. തളർന്നു പോകാതെ നടക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിടുതൽ ഓരോരുത്തരുടെ മേലും കർത്താവ് പകരട്ടെ. പുതുക്കും. എപ്പോഴാണ് നമ്മൾ ചിലതിനെ പുതുക്കുന്നത്? ആമേൻ. എക്സ്പയറായ ലൈസൻസ് എപ്പോഴാണ് പുതുക്കുന്നത്? അത് കാലാവധി കഴിയുമ്പോഴാണ് പുതുക്കുന്നത്. പലതും പുതുക്കുന്നത് കാലാവധി കഴിയുമ്പോഴാണ്. അതെ, എൻ്റെ ശക്തി നഷ്ടപ്പെട്ടു,
കൃപ പോയി എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? നീ ദൈവസന്നിധി ഇരിക്ക്. ദൈവം നിനക്ക് പുതുക്കിത്തരാൻ വിശ്വസ്തന. ദൈവം നിനക്ക് പുതുക്കിത്തരാൻ വിശ്വസ്തന. ദൈവനാമമാത്രത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. മറക്കരുത് ഈ സന്ദേശം. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പ്രതിസന്ധികളെ മറികടക്കാനുള്ള ദൈവശക്തി, പ്രതികൂലങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി. ആമേൻ, 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 ആമേൻ. ചിലതിനെ ആത്മനിയോഗത്തോടെ ഫേസ് ചെയ്യാനുള്ള ദൈവശക്തി, ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവശക്തി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്ന് ദൈവരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, ചിലതിന് എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല, ചിലതിനെ എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്, എന്റെ അഭിഷേകം എനിക്ക് ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശു കർത്താവേ, എന്റെ ശക്തി എൻ്റെ മേൽ പകരണമേ, എന്റെ കൃപ എൻ്റെ മേൽ പകരണമേ, എന്റെ അഭിഷേകം എൻ്റെ മേൽ പകരണമേ, എന്റെ സാന്നിധ്യം എൻ്റെ മേൽ പകരണമേ. കഴിഞ്ഞ ദിവസം വരെ ഞാൻ ചിലതിനെ ഫേസ് ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ദൈവാത്മനിയോഗത്തോടെ ഫേസ് ചെയ്യാൻ കരുത്തും ബലവും കൃപയും അധികമായി ആധികാരികമായി എൻ്റെ മേൽ പകരുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.